കോഴികളിൽ നിന്ന് 200 കോഴികൾ. ഇതാണ് ഇൻക്യൂബേറ്റർ. ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് കോഴിമുട്ട വിരിയിപ്പിക്കുന്നത്. 2 തരം ഇൻക്യൂബേറ്റർ ഉണ്ട്, ഒന്ന് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക്കും. ഞാനിപ്പോ ഇൻക്യൂബേറ്റർ പരിചയപ്പെടുത്തി തരാം. ഇത് 3ആണ് ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കോഴിമുട്ടയും കാടമുട്ടയും ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്ററിലാണ് വെക്കണേ. കോഴിമുട്ടക്ക് 17 ദിവസവും കാടമുട്ടക്ക് 14 ദിവസവും. നമുക്ക് മുട്ട വെച്ചാലോ? ഇനി 21-ാം തീയതി. നമുക്ക് 17 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് എഴുതണ്ടേ. അപ്പോൾ 8/12 നമ്മൾ എഴുതും. കോഴിമുട്ട 17 ദിവസമാണെങ്കിൽ കാടമുട്ട 14 ദിവസമേ ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ വെക്കാറുള്ളൂ. ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്ററിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമ്മൾ ഡെയിലി വന്ന് മുട്ട തീച്ചു വെച്ച് കൊടുക്കണ്ട. ഇത് ഓട്ടോമാറ്റിക്കായി റൊട്ടേറ്റ് ആയിക്കോളും. 17 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന മാനുവൽ ഇൻക്യൂബേറ്ററിലോട്ട് മാറ്റും കോഴിമുട്ട. മാനുവൽ ഇൻക്യൂബേറ്റർ വെച്ച് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങും. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് 1 ദിവസം കൂടെ നമ്മൾ മാനുവൽ ഇൻക്യൂബേറ്ററിൽ വെക്കും. കാടമുട്ട 14 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ മാനുവൽ ഇൻക്യൂബേറ്ററിലോട്ട് മാറ്റണം. എന്നിട്ട് 3 ദിവസമൊക്കെ ആകുമ്പോൾ കാട വിരിഞ്ഞു തുടങ്ങും. ഇതാണ് വിരിഞ്ഞ കാടക്കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞ് 7 ദിവസം ഈ ബൾബിന്റെ അടിയിൽ അവരെ കീപ്പ് ചെയ്യണം. Subscribe and follow for more videos only on Adis World.